2 പോസിറ്റീവ് കാര്യങ്ങളായിട്ടാണ് ഇന്ന് എണീറ്റത്. ഇന്ന് വർക്കില്ല, 2 സാലറി ക്രെഡിറ്റ് ആയി. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ വന്നത് ബെൽജിയം പോവാന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് കുളിയും റെഡി ആവലൊക്കെ കഴിഞ്ഞു. ബെൽജിയം ബോർഡർ വരെ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്യാം. ഇതിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് വിടാന്നാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ബെൽജിയം ബോർഡറിൽ നിന്ന് ബ്രസൽസിലേക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 26 വയസ്സിന് താഴെയുള്ളവർക്ക് യൂത്ത് ടിക്കറ്റ് കിട്ടും, 7 യൂറോ ഉള്ളൂ. ആ ഒരു ഡേറ്റിൽ സെലക്ട് ചെയ്ത റൂട്ടിലേക്കുള്ള ഏത് ട്രെയിൻ വേണമെങ്കിലും കയറാം. ഇതൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന സ്നാക്ക് ഒക്കെ പെറുക്കിക്കൂട്ടി ഞാൻ ബാഗിലാക്കി. ഇറങ്ങാൻ നേരത്തെ റൂട്ട് ഒന്ന് നോക്കിയപ്പോഴാണ് അങ്ങോട്ടേക്കുള്ള എല്ലാ ട്രെയിനും ക്യാൻസൽ ആക്കി. ആകെ അങ്ങോട്ട് ബസ്സേ ഉള്ളൂ. ബസ്സിന് പോണെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. മടുപ്പെങ്കിലും പോകുമ്പോ എന്തെങ്കിലും വള്ളി കിട്ടാറുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ കിട്ടിയത്. എന്റെ സ്വന്തം പ്ലാൻ ആയി പോയി. അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. മൂട് മാറാൻ ഞാൻ ഒരു സ്മൂത്തിയും അവോക്കാഡോ ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇങ്ങനെ പോയി തീരുന്നുള്ള വാശിയിൽ ഞാൻ ഇറങ്ങി. പോസിറ്റീവ് ആയിട്ട് പോകാൻ നേരത്താണ് ചാർജ് എടുക്കാൻ മറന്നാരെ അറിഞ്ഞത്. തിരിച്ച് റൂമിൽ കയറിയപ്പോൾ ഉള്ള ബസ്സും കൂടി പോയി. അങ്ങനെ ഈ ഒരു മൂഡ് മാറാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഡ്രസ്സ് ഒന്ന് മാറി. ഇനി ഇപ്പൊ അടുത്ത ബസ്സിന് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഈ ടൈമിൽ ഞാൻ വിചാരിച്ചത് അവിടെ തിന്നും കുടിച്ചും കിടന്നാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷെ പ്ലാൻ ചെയ്ത് അത് നടത്തിയിരിക്കണം. അങ്ങനെ ഞാൻ ബസ് കയറി. ബസ് ആണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഓടുന്നു. ഒന്ന് ട്രെയിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് വേണ്ടിട്ട് ഒരു ട്രെയിൻ ഓടുന്ന പോലെ ഒരു ട്രെയിൻ. ഈ ജർമ്മനിയിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. സീറ്റിന്റെ കംഫർട്ടബിളും വ്യൂ ഒക്കെ കണ്ടുപോകാൻ എന്താ രസം. രസിച്ചിരിക്കാൻ നേരത്താണ് ട്രെയിൻ ക്യാൻസൽ ആക്കിയത്. ബോർഡർ കടന്നുകൊണ്ട് നെറ്റും ഇല്ല, വൈഫൈയും ഇല്ല. സംസാരിക്കാനാണെങ്കിൽ ജർമ്മനും ഡച്ചും അറിയില്ല. ഈ കാണുന്ന അപ്പാപ്പൻ അവിടുത്തെ ടീച്ചറോടൊക്കെ ചോദിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തു. പുള്ളിയും സെയിം റൂട്ടായിരുന്നു. കുറെ നാൾക്ക് ശേഷം ഇത്ര അടിപൊളി മനുഷ്യനെ ഞാൻ കാണുന്നത്. ചിലപ്പോൾ ഇങ്ങനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ഇറങ്ങി. ബാക്കി ഉണ്ടായ സംഭവം അടുത്ത വീഡിയോയിലിടാം. ബൈ ബൈ.